നമ്മളിപ്പോൾ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ മലയാളീസുകൾക്കൊരു കുഴപ്പമുണ്ട്, മലയാളികളെ ഹോട്ടൽ വല്ലതും ഉണ്ടോ എന്ന് തിരഞ്ഞു വിളിച്ച് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്ന രീതിയുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല, അവരുടെ ടേസ്റ്റ്, അവിടുത്തെ ഫുഡ് കഴിച്ച് ശീലിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടാറില്ല. ഇപ്പോൾ ചക്ദ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ ഇത് ഒബ്രോ മോളിന് തൊട്ടടുത്താണ്. ഓക്കെ, അപ്പോൾ ഈ കേരളത്തിലാണ് പ്രത്യേകിച്ച് എറണാകുളത്ത് പലതരം സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇവിടെ ജീവിക്കുന്നുണ്ട്, ബിസിനസ് ഇഷ്ടംപോലെ പേരുണ്ട്. അപ്പോൾ അവർ ഇത് അറിഞ്ഞ് വിളിച്ച് വരാറുണ്ട്. നോർത്ത് ഇന്ത്യൻ സ്കൂളിൽ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വരുന്ന ഏത് ടൈപ്പ് കസ്റ്റമേഴ്സാണ് അവിടെ? ഇല്ല, ഫാമിലീസാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഫാമിലീസ് ഇപ്പോൾ ഹൗസ് വൈഫ്സും വർക്കിംഗ് പ്രൊഫഷണൽസാണ്. ഉച്ച ടൈമിൽ കൂടുതലുള്ളത് ഓഫീസ് ക്രൗഡാണ്. ഡിന്നർ ടൈമിൽ കൂടുതലും വരുന്നത് ഫാമിലീസും ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നോർത്ത് ഇന്ത്യൻസും സ്വാഭാവികമായിട്ട് ഒരുപാട് വരുന്നുണ്ട്. കാരണം ഇത് നോർത്ത് ഇന്ത്യൻ ക്യുസീൻ ആണെന്ന് അറിഞ്ഞ് കേരളത്തിൻ്റെ പുറത്തുള്ള ഒരുപാട് പേര് വരുന്നുണ്ട്. ഗുജറാത്തീസും പഞ്ചാബീസും ഒക്കെ വന്ന് അത് അവരും എൻജോയ് ചെയ്യാറുണ്ട്. അവർ ഇച്ചിരി കൂടെ സ്ട്രിക്റ്റർ ആയിരിക്കും, കാരണം അവർക്ക് നമ്മളെക്കാളും നല്ലതായിട്ട് ഈ ക്യുസീനെ പറ്റി അറിയായിരിക്കാം. ഇപ്പം മലയാള ക്യുസീനെ പറ്റി നമുക്കായിരിക്കുമല്ലോ കൂടുതൽ അറിയാമെന്നുള്ളത്. അപ്പോൾ അതുപോലെ അവർ ഇച്ചിരി കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് സ്പെസിഫിക് കാര്യങ്ങൾ പറഞ്ഞേക്കാം, ഇന്ന ടൈപ്പ് ദാലിൽ വേണം, അങ്ങനത്തെ സ്പെഷ്യൽ റിക്വസ്റ്റ് ഞങ്ങൾ എടുക്കാറുണ്ട്. കാരണം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ചേഞ്ചാണ്. ഇപ്പോൾ കസ്റ്റമറിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ സ്പെസിഫിക്കലി അല്ലെങ്കിൽ മല്ലി വേണ്ട, അല്ലെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ റിക്വസ്റ്റ്. എരിവിൻ്റെ കാര്യം ഞങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് അത് ചോദിക്കാറുണ്ട്, സ്പൈസി വേണോ മീഡിയം സ്പൈസി വേണോ. ഞങ്ങളുടെ എല്ലാ സർവീസ് സ്റ്റാഫിനെയും ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഡിഷസാണ് എത്ര സ്പൈസി എന്നുള്ളത്. അതവർ ഓർഡർ എടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുക്കും. അത് പോരെങ്കിൽ ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്റ്റാഫ് തന്നെ ചോദിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ചോദിക്കും അത് കുറച്ചുകൂടെ മൈൽഡർ ആക്കണോ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പൈസി ഇഷ്ടപ്പെടുന്നവരാണ് എന്ന് സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാവുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ സ്പൈസി ഡിഷസ് ഓർഡർ ചെയ്തവർക്കാണെങ്കിൽ ഞങ്ങൾ ചോദിക്കും മോർ സ്പൈസി ആക്കണോ ദാൻ യൂഷ്വൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓർഡർ എടുക്കുന്ന സ്ലിപ്പ് തന്നെ ഒരു കമ്പ്യൂട്ടറൈസ് ഫോം ഉണ്ടല്ലോ, അതിൽ തന്നെ ഇതെല്ലാം എഴുതാറുണ്ട്. അതായത് ഇപ്പോൾ ചിലത് കട്ട് ഇൻ ടു ഇത്രയും പീസസ് അല്ലെങ്കിൽ സ്പൈസി എന്നുള്ള സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ്, അല്ലെങ്കിൽ ഇത് ഫസ്റ്റ് പോകണം, അത് മുഴുവൻ എഴുതിയിട്ടാണ് കിച്ചണിൽ കൊടുക്കുന്നത്. അപ്പോൾ ആൾക്കാരുടെ മെമ്മറിയിൽ നിന്നുള്ള ഒരു ഡിപ്പെൻഡൻസ് നമുക്ക് കുറവാണ്. അതായത് വീട്ടിൽ കേട്ടോ കേട്ടില്ല എന്നൊരു തർക്കം പിന്നെ വേണ്ട എന്നുള്ളതുകൊണ്ട് ഇതെല്ലാം നമ്മൾ എഴുതിയെടുത്തിട്ട് ഈ കസ്റ്റമറിന് റിപ്പീറ്റ് ഞങ്ങൾ വായിച്ചു കൊടുക്കും, ഇതെല്ലാം താങ്കൾ പറഞ്ഞ പോലെയാണോ എന്ന്. അത് സോ ദാറ്റ് അത് പിന്നെ ഒരു മിസ്റ്റേക്ക് വരാണ്ടിരിക്കും. പൊതുവേ ഇപ്പോൾ ഇത്ര ഡിഷസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം ഇവിടുന്ന് പ്രോഡക്റ്റിൻ്റെ ഉത്പാദനം ചെയ്യുമ്പോൾ മുളക് മറ്റുള്ള മറ്റേതെല്ലാം പുറത്തുനിന്ന് നോർത്ത് ഇന്ത്യ കൊണ്ടുവരുന്നതാണോ അത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ്? ഇല്ല, കൂടുതലും കഴിയുന്നതും നമ്മൾ ഇവിടെ തന്നെയാണ് അടിക്കുന്നത്. ഇപ്പോൾ പനീർ തന്നെ ഒരുപാട് ഹോട്ടൽസിലൊക്കെ ഈ ഫ്രോസണും അതും ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ ഷെഫ്സ് കൂടുതലും ഉത്തരാഞ്ചലിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുള്ളവരാണ്, പിന്നെ ഡൽഹിയിൽ നിന്നുണ്ട്. അപ്പോൾ ആ ഉത്തരാഞ്ചലുകാർ അവർ യൂസ് ടു ആണ്, അവർ ആ പനീർ പാലുകൊണ്ട് ഉണ്ടാക്കാൻ അവർക്ക് അറിയാം. എന്നും രാവിലെ അവർ പാല് വാങ്ങിച്ചിട്ട് അവർ ഇവിടെ ഇൻ ഹൗസ് ആണ് പനീർ അടിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഞങ്ങളുടെ പാനിപ്പൂരിയുടെ പൂരീസ് ആയാലും ഈ ചാട്ടിൻ്റെ ദഹി ചാട്ടിൻ്റെ ഒക്കെ പാപ്ഡീസൊക്കെ ആയാലും എല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ ഈ ചാട്ടിലൊക്കെ ഇടുന്ന സേവ് എന്ന് പറയുന്നതൊക്കെ ഇവിടെ ഞങ്ങൾ ഓയിലിൽ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിയുന്നതും ഞങ്ങൾ പുറത്തുനിന്ന് റോ മെറ്റീരിയൽസ് വാങ്ങിക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് സെമി കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു പ്രാക്ടീസ് കുറവാണ്. എറണാകുളത്തെ ഏത് ഹോട്ടൽ, പ്രത്യേകിച്ച് കേരളത്തിൽ എറണാകുളം ഇപ്പോൾ എല്ലാവരും ബേസ് ചെയ്യുന്നത്, എറണാകുളത്ത് ഏത് ഹോട്ടൽ എടുത്താലും അവർക്ക് അവരുടെ ഒരു സ്പെഷ്യൽ തിങ് ഉണ്ട്, ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട്. അതിനാണ് എല്ലാവരും മാർക്കറ്റ് ചെറിയ പിടിച്ചു വരുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ട്, ഇവിടെ വരുന്ന പുറത്ത് പോകണവരും പൊതുവെ എല്ലാം അറിയപ്പെടുന്നൊരു എല്ലാവരും പറയുന്നുണ്ട്. എന്താണ് നിങ്ങൾ ചക്ക റെസ്റ്റോറൻറ്റിൻ്റെ സ്പെഷ്യൽ ഐറ്റം? ഇപ്പോൾ സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഓരോ കാറ്റഗറീസും എടുത്ത് പറയണം. ഇപ്പോൾ നമ്മുടെ വെജ് സ്റ്റാർട്ടേഴ്സാണ്, അതായത് വെജ് ഡ്രൈ ഐറ്റംസ് ആണെങ്കിൽ ഖട്ടേ മീറ്റേ വെജിറ്റബിൾ ഷീക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഐറ്റമുണ്ട്. അതെന്ന് പറയുന്നത് ഈ ചിക്കൻ ഓർ മട്ടൺ ഷീക്ക് പോലെ തന്നെ ഇരിക്കും ആ ഒരു ഷേപ്പിൽ, പക്ഷേ അത് വെജിറ്റബിൾ ഉണ്ടാക്കിയത്. ഇച്ചിരി ടാഞ്ചി ടേസ്റ്റാണ്, ഈ പച്ചമാങ്ങയുടെയൊക്കെ ടേസ്റ്റ്. അത് വളരെ പോപ്പുലറാണ് ഇവിടെ. ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഹിയർ. ഐ ഡോണ്ട് തിങ്ക് അത് ഇവിടെ ഒരിടത്തും ഉണ്ടെന്ന്. സെക്കൻഡ്ലി നമുക്ക് ചിക്കൻ ഓർ മട്ടൺ സ്റ്റാർട്ടേഴ്സിലേക്ക് വരികയാണെങ്കിൽ മുർക്കാലി മിർച്ച് ടിക്ക വളരെ സ്പെഷ്യലാണ്. പിന്നെ മട്ടണിലാണെങ്കിൽ മട്ടൺ ഷീക്ക് കബാബ് ആൻഡ് ഗലൗട്ടി കബാബ്, ഇത് രണ്ടും സ്പെഷ്യലാണ്. പിന്നെ നമ്മുടെ നോൺ വെജ് കറീസിലേക്ക് വരികയാണെങ്കിൽ ദഹി മുർഗ് ആൻഡ് ചിക്കൻ കാന്താരി കോഫ്ത, ഇത് രണ്ടും പൊതുവെ ഒരിടത്തും കിട്ടാത്തതാണ്. ഞങ്ങൾ തന്നെ അത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് ഉണ്ടാക്കിയാണ്. ആ കാന്താരി കോഫ്ത നമ്മളെ മലായ് കോഫ്ത ഉണ്ടാക്കുമ്പോൾ എന്തുകൊണ്ടത് മീൻസ് ചിക്കൻ ബോൾസ് കൊണ്ട് ഉണ്ടായിക്കൂടാ എന്ന് ഞങ്ങളുടെ ഷെഫ്സ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ആ ഡിഷും ഇവിടെ വളരെ പോപ്പുലറാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ സ്പെഷ്യൽ ഡിഷ്. പൊതുവെ ഇവിടെ ജനങ്ങൾക്ക്, ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക്, ഇവിടെ വന്ന് കഴിച്ചവർക്കും ഈ റെസ്റ്റോറൻറ്റിനെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് താങ്കളുടെ അടുത്ത് വരുന്ന ഒരു അംബീഷൻ, അല്ലെങ്കിൽ എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഏതായാലും തുടങ്ങിയിട്ട് കുറച്ച് നാളുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും വളരെ എക്സ്പീരിയൻസ് ഉള്ളൊരു പേഴ്സണെ പോലും താങ്കൾ റെസ്റ്റോറൻറ്റ് കൊണ്ടുപോകും. അപ്പോൾ ഭാവി എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഇരിക്കുന്നതിന് മുന്നേ കാല് നീട്ടുക എന്നുള്ളൊരു ഇതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഞാനിപ്പോഴും ഇതിൽ ലേണിംഗ് ആണ്. നമ്മുടെ അതിൽ ഏറ്റവും നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്നത് നമ്മുടെ കസ്റ്റമേഴ്സുമാണ്.
എങ്ങനെയാണ് അത് ഇമ്പ്രൂവ് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ടാഗ് ലൈൻ എന്ന് പറയുന്നത് സ്റ്റൈലിഷ് ഡൈനിങ് വിത്ത് എ പേഴ്സണൽ ടച്ച് എന്നുള്ളതാണ്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റീവ്. എന്നിട്ട് ഈ ഒബ്രോണിൻ്റെ അടുത്തൊരു കടയിൽ ഇത് നല്ല ഫുഡ് കിട്ടണു എന്നതിന് പുറമെ ചഗ്ദേ എന്നൊരു സ്ഥലത്ത് പോയാൽ ഇന്ന കാര്യങ്ങൾ ഗ്യാരണ്ടീഡാണ്. ഇന്ന ആസ്പെക്ട്സ് ലൈക്ക് നല്ലൊരു ആംബിയൻസ്, നല്ല സർവീസ് ആൻഡ് ഒരു പേഴ്സണൽ കെയർ ഗ്യാരണ്ടീഡാണ് ഇൻ അഡീഷൻ ടു ഗുഡ് ഫുഡ് ഓഫ് കോഴ്സ്. അപ്പോൾ അങ്ങനെ ഒരു ബ്രാൻഡ് എന്ന് ചഗ്ദേ എന്നൊരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് ഡെഫിനറ്റ്ലി അങ്ങനത്തെ കൂടുതൽ റെസ്റ്റോറൻറ്റ്സ് എറണാകുളത്ത് വിവിധ ഭാഗങ്ങളിലും കേരളത്തിലെ സ്ഥലങ്ങളിലും ചെയ്യണം എന്നുള്ള ചെറിയ സ്വപ്നമുണ്ട്. പക്ഷേ ഇറ്റ്സ് ടു ഏർലി ഫോർ ഓൾ ദാറ്റ്. താങ്കളുടെ വീട്ടിലാരെല്ലാം? വീട്ടിൽ എൻ്റെ ഫാദർ ഒരു റെപ്യൂട്ടഡ് കൺസൾട്ടൻ്റാണ് ഇവിടെ. അദ്ദേഹത്തിന് വേണ്ടി അനൂപ് കുമാർ എന്നൊരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റാണ്. അപ്പോൾ ഒരുപാട് ഹോട്ടൽ ഇൻഡസ്ട്രി പ്രോജക്ട്സ് തന്നെയാണ് കൂടുതലും അദ്ദേഹത്തിൻ്റെ ഫോക്കസ്. അമ്മ ഹൗസ് വൈഫാണ്. അമ്മയുടെ പേര് ഹേമ എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് എൻ്റെ വൈഫ്, ഞാൻ കല്യാണം കഴിച്ചിട്ട് 2 കൊല്ലമായി. അപ്പോൾ വൈഫ് ഒരു ഇൻറ്റീരിയർ ഡിസൈനർ ബൈ പ്രൊഫഷനാണ്. അപ്പോൾ ഞങ്ങൾ പുള്ളിക്കാരിയും ഞാനും കൂടെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് ചെയ്യാൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോട്ട് ഓഫ് പീപ്പിൾ ചെയ്തത്. അപ്പോൾ അമ്മയും ഒക്കെ ഡിസൈൻ ചെയ്യുന്നത്, അമ്മയും ഡിസൈനറാണ്. ഒരിടത്തും ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും 2-3 റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ വൈഫും അമ്മയും കൂടെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വൈഫിൻ്റെ പേര് പറഞ്ഞില്ല? വൈഫിൻ്റെ പേര് പാർവതി. ഇത്ര തിരക്കുണ്ടായിട്ട് പോലും നമ്മുടെ കൂടെ ഇതൊരു എന്താ ഞാൻ പറയേണ്ടത്, നമ്മുടെ ഈ പുതിയൊരു എപ്പിസോഡാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വളരെയധികം ഡിഷസുള്ള, ജനങ്ങൾക്ക് വേണ്ടി അവരുടെ രുചികൾ അറിഞ്ഞ് നൽകുന്ന ഈ ചഗ്ദേ റെസ്റ്റോറൻറ്റിൽ ഇടയ്ക്ക് നിങ്ങൾ സന്ദർശിക്കണം. അതിനോടൊപ്പം തന്നെ ഇവിടെ ഫംഗ്ഷൻ ചെയ്യാറായി സമയമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ ഈ സീറ്റിൽ നിന്ന് ഞങ്ങൾക്ക് എണീറ്റ് കൊടുക്കേണ്ട സമയമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപോലെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. ചഗ്ദയുടെ മീനിങ് അദ്വൈത് പറഞ്ഞ പോലെ ഗോ ഫോർ ഇറ്റ്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കേരളത്തിൽ ഇത്രയധികം വിഭവങ്ങൾ കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് വേറെ ഇല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് പാലക്കാട് നിന്ന് തിരുവനന്തപുരത്ത് പോകുമ്പോഴും തിരുവനന്തപുരത്ത് പാലക്കാടേക്ക് പോകുമ്പോഴും NH-ൻ്റെ എറണാകുളം NH-ൻ്റെ ബൈപ്പാസിൻ്റെ തൊട്ട് നടത്തി തന്നെയാണ്. അതായത് ഒബ്രോൺ മോളിൻ്റെ തൊട്ടടുത്താണ് റെസ്റ്റോറൻറ്റ്. ടേസ്റ്റ് ചെയ്യുക, ടേസ്റ്റി ഫുഡാണ്. അതായത് നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ല അദ്ദേഹം ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇരുന്ന് കഴിച്ച് അതിൻ്റെ എന്തെല്ലാം ടേസ്റ്റ് അനുഭവിച്ചറിഞ്ഞതിന് ശേഷമേ നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ മനസ്സിലാവുള്ളൂ. ഇതേപോലത്തെ റെസ്റ്റോറൻറ്റുകളാണ് നമ്മൾക്ക് വേണ്ടത്. ഇതേപോലുള്ള സ്ഥാപനങ്ങൾ വൻ ഉയർച്ചയിലേക്ക് വരട്ടെ എന്നും കുറച്ചു മുമ്പ് അദ്വൈത് പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം സഫലീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ചഗ്ദേ എന്ന റെസ്റ്റോറൻറ്റിൻ്റെ എപ്പിസോഡിൽ അവസാനിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.